എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നിരിക്കുമ്പോൾ എത്ര ആളുകൾ ഇടപെട്ടു. ഇവനെ തകർക്കണം, ഇവൻ്റെ കാശ് അടിച്ചു മാറ്റണം. ഒരു അച്ഛനെയും മകളെയും പിരിച്ചവർ എത്ര സെലിബ്രിറ്റീസ് ഉണ്ട്. എന്നിട്ടും ഞാൻ ആ സമയം തകർന്നു പോയ ഞാൻ മരിക്കുന്ന അവസ്ഥ വരെ ഞാൻ പോയി. എന്നിട്ടും ദൈവം എന്ന് പറയുന്ന ഒരാളാണ് രക്ഷപ്പെടുത്തി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കർമ്മ കൊണ്ടായിരിക്കാം. എല്ലാത്തിനും ന്യായം പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോഴെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ മുമ്പ് നിർത്തി ശിക്ഷ കൊടുക്ക്, கிரிமினல் கேஸ் எடுக்கு. ஏன் லாக் பண்றீங்க? ஏன் துபாய்க்கு போனதை அரெஸ்ட் பண்ணல? ஏன் திருப்பி வரும்போது நீங்க பெயில் கொடுத்தீங்க? ചോദിക്കണ്ടേ? ஏன் ஒரு மாசம் இங்க கேரளத்துல இல்ல? പിടിവാറന്റ് വന്നതല്ലേ? പിടിവാറന്റ് കൊടുത്തതല്ലേ പോലീസ്? പിടിക്കണമെന്ന് പറഞ്ഞല്ലേ? ലാൻഡ് ആയപ്പോ ബെയിൽ ഓൾറെഡി വന്നല്ലേ? അപ്പൊ എങ്ക ന്യായം ഇருக்கு? ഒരു ദിവസം ജയിലിനകത്ത് പോയോ? ഒരു ദിവസം പോയിട്ടുണ്ടോ? ഇല്ല. ശ്രീ ബാല, 20 ദിവസം കഴിയുമ്പോൾ ശ്രീ ബാല ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ബാല. അതായത് ഇവർ വിദേശത്തേക്ക്, താങ്കൾ പറയുന്നത് പോലെ തന്നെ വിദേശത്തേക്ക് ഒക്കെ കടന്നു കളയുന്നു. അതിനുശേഷം ഇവരങ്ങ് സെറ്റിൽ ചെയ്യുകയാണ്. ഭീഷണിയുണ്ട്, പണമുണ്ട്, പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ. അതിന് ഈ ഇൻഡസ്ട്രി മുഴുവൻ കൂട്ടുനിൽക്കുന്നുണ്ട്, അല്ലെ? ഇൻഡസ്ട്രിയിലെ ഈ പവർ ഗ്രൂപ്പ് കൂട്ടുനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കായി കൂട്ടുകെട്ടുകളാണ് അവരെ സഹായിക്കുന്നത്. അങ്ങനെയാണ് പരാതി കൊടുക്കുന്ന പെണ്ണ് ആ പരാതി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും ആ പരാതി കൊടുക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ, മുന്നോട്ട് പോകാൻ ഒരു മാസത്തിനപ്പുറം അവൾക്ക് കഴിയില്ല. തീരുമാനിച്ചിട്ട് എക്സ്ക്യൂസ് മീ, എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാൻ പാടില്ല. നിങ്ങളിത് സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ചോദിക്കണം. ഇതുപോലെ റേപ്പിസ്റ്റ് കൂടെ അമ്മ അസോസിയേഷനെല്ലാം കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ എന്നെ കൊടൂരமான വില്ലന്മാരാ? ഞങ്ങളും ഒരു ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞങ്ങളും ഒരു തായ്ക്ക് മകൻ, മകൾക്ക് അപ്പൻ, സിസ്റ്റருக்கு பிரதர்னா, நாங்களும் எங்களுக்கும் குடும்பம் இருக்கு. சும்மா சினிமான்ற அந்த மாதிரிலாம் யாரும் கூட நிற்கத்தில்லை. வகுப்பு இல்லைன்றேன், வகுப்பு இல்லாத கூட சிலப்போ அவஸ்தையில் நிற்கிறோன்றேன். ஒரு கேஸ் அம்மா அசோசியேஷனுக்குள்ள வருட முன்பு இப்போ போலீஸ் ஸ்டேஷன் போயிடுச்சு. போலீஸ்லேருந்து கோர்ட்டுக்கு போயிடுச்சு. கோர்ட்டுக்கு போன பிறகு போலீஸ் இன்வால்வ்மெண்ட் இருக்குது. போலீஸுக்கு போனபோது அம்மா அசோசியேஷன் இன்வால்வ் ஆக முடியாது. அது அங்கே போயிடுது. பின்ன கோர்ட்டுக்கு போன பிறகு லாக் ஆகிடுது. അസോസിയേഷൻ, അമ്മ അസോസിയേഷനിൽ ഇത് എടുത്ത് ഇടേണ്ട. ഒരു റിക്വസ്റ്റ് ഞാൻ പറയുന്നത്, ഇത് അങ്ങനെ നോക്കേണ്ട. വലിയ ആളുകളെ നിങ്ങൾ ടാർഗറ്റ് பண்ணாதீங்க. എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് വലിയ ആളുമില്ല, ചെറിയ ആളുമില്ല, നടുക്കിറക്കുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഇത് ഡീവിയേറ്റ് ചെയ്ത് പോയാൽ, ഈ ടോപ്പിക്കിലിരുന്ന് നമ്മൾ വേറെ രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് പോയാൽ ശരിക്കും തെറ്റ് ചെയ്യുന്ന കള്ളന്മാർ എസ്കേപ്പ് ആയി ഓടിപ്പോകാനുള്ള ചാൻസ് നിങ്ങളെ കൊടുക്കും. കൃത്യമായിട്ട് ഇവനാണ് തെറ്റ് ചെയ്തതിന് ടാർഗറ്റ് ചെയ്ത് ശിക്ഷ കൊടുക്കുക. ഒരിക്കലുമില്ല. പവർ ഗ്രൂപ്പ് ഇല്ലേ ബാല? ഈ AMMA, അമ്മ എന്ന് താങ്കൾ വിളിച്ചു, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി അമ്മ എന്ന നമ്മുടെ സ്വന്തം അമ്മയെ ഓർമ്മ വരുന്നതുകൊണ്ട് AMMA, അതാണല്ലോ ആ സംഘടനയുടെ ചുരുക്കപ്പേര്. അതിലുള്ള ഒരു പവർ ഗ്രൂപ്പ് ഇല്ലേ? ഈ ഇൻഡസ്ട്രിയിൽ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നാണോ? എനിക്ക് അറിയില്ല അതേക്കുറിച്ച്. ഞാൻ മുമ്പേ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് എനിക്ക് പവർ ഗ്രൂപ്പുള്ള എനിക്ക് അറിയില്ല. എൻ്റെ കണ്ണ് മുൻപ് ഇരിക്കുന്നവൻ എനിക്ക് എൻ്റെ ലൈഫിൽ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ സിനിമ നടനോ അല്ലെങ്കിൽ അവൻ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ എല്ലാം ഞാൻ നോക്കുന്നില്ല. അവൻ ഒരു ക്രിമിനൽ, എൻ കണ്ണു മുன்னாடி അവൻ ഒരു ക്രിമിനൽ. അതുക്ക് കൂട്ടായിട്ട് ഒരു അസോസിയേഷനെ നിൽക്കുന്നു പറഞ്ഞാൽ അതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി കണ്ടും കാണാതെ പോലെ ഇരിക്കാം ചില കാര്യങ്ങൾ. ഇത് എൻ്റെ പ്രശ്നമല്ല, മാറി നിൽക്കാമായിരിക്കും. അതിനെനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലല്ലോ. ഓക്കെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ ബാല? ഇപ്പോൾ ബാലയുടേതായാണ്, അല്ലെങ്കിൽ ബാലയുടെ സ്വന്തം അഭിപ്രായമായാണ് ഈ പേരുകളടക്കം ബാല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഐ റെസ്പെക്ട് സിനിമ, ഓക്കേവാ? ആക്ച്വലി இந்த ലൈവിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതുപോലെ ചൈൽഡ് അബ്യൂസ്, ഇതുപോലെ സെക്ഷൽ അബ്യൂസ്, ഇതെല്ലാം സിനിമയിൽ വലിയ വലിയ മേഖലയിൽ മാത്രമല്ല ചെറിയ ചെറിയ മേഖലയിൽ അസാൾട്ടായിട്ട് നടക്കുന്നുണ്ട്. അവരുடைய കരച്ചിലും അവരുடைய ശബ്ദവും പുറലോകം അറിയുന്നില്ല.
പക്ഷേ ഇപ്പൊ സിനിമ എന്ന് പറയുന്ന മേഖലയിലേ ഇങ്ങനെ ഉണ്ടെന്ന് പുറത്ത് ന്യൂസ് വന്ന് ഇത്രയും ഒരു കമ്മീഷൻ വന്നപ്പോൾ അടങ്ങിയിരിക്കുന്ന ആ ശബ്ദമൊക്കെ പുറത്തു വരും. അവരെല്ലാവരും പേടിക്കും. അതായത് നമ്മളുടെ അറിവിലില്ലാതെ സാധാരണ പാവപ്പെട്ട ജോലിക്കാരൊക്കെ സെക്ഷൽ അബ്യൂസിൽ ഉണ്ട്. അവർക്ക് ഒരു ധൈര്യം കിട്ടും. സോ അത് പുറത്തു വരാനുള്ള അവയർനെസ് ആയിട്ട് ഞാൻ ഹേമ കമ്മീഷനെ കാണുന്നുണ്ട്. அந்த ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ശിക്ഷ കിട്ടുമോ എന്നുള്ളതിൽ വലിയ ഒരു സംശയം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ബാല.